ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. സാലി സാറാണ്. വെൽക്കം ടു 5K ഫാമിലി. സർ, ഇന്ന് ഏതാണ് സബ്ജക്ട് അല്ലേ? എന്നും ക്ലാസ് ആണോ? അങ്ങനെ എന്റെ മക്കൾ ചോദിക്കുന്നത് എനിക്ക് അറിയാം. കാരണം നമ്മൾ 10ാം ക്ലാസ് ആണ്. ഞാനൊരു ഗ്യാരണ്ടി തരാം. ഫസ്റ്റ് ഒരു ഗ്യാരണ്ടി തരാം. നിങ്ങൾ ഈ വർഷം ഇന്ന് മുതൽ 1 ഹവർ പഠനത്തിന് വേണ്ടി മാറ്റിക്കാണി, പഠിക്കാൻ വേണ്ടി മാത്രം 1 മണിക്കൂർ നിങ്ങൾ മാറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ഫുൾ A+ ആയിരിക്കും, ഉറപ്പാണ്. പഠിക്കാൻ വേണ്ടി എന്നും SSLC എക്സാം തലേ ദിവസം വരെ നിങ്ങൾ ഇന്ന് മുതൽ 1 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഫുൾ A+ ആയിക്കാരം. അതിന്റെ കറക്റ്റ് സ്റ്റഡി പ്ലാൻ ഒക്കെ എന്തിട്ടുണ്ട് ഞാൻ ആപ്പിലെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് തരേണ്ടത്. ഇന്ന് സർ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ എന്നുള്ള ചോദ്യത്തിന് ഇതൊന്നും ഇല്ല. നിങ്ങൾ തമ്മിലേന് കണ്ടിട്ടുണ്ടാകും. ഇന്ന് എന്താടാ, നമ്മൾ SSLCയിലെ മാത്സ് ആണ്. സർ മാത്സ് ചാപ്റ്റർ എടുക്കുകയാണോ? അല്ല, ചാപ്റ്റർ എടുക്കുന്നല്ല, മാത്സിലെ ബേസിക് ആയ കാര്യങ്ങളാണെന്ന് പറയണത്. സർ ബേസിക് ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്സ് ടഫ് ആണല്ലോ, പിന്നെ ഞാൻ കുറെ ബേസിക്. അങ്ങനെ മാത്സിലെ ബേസിക് അറിയാത്തതുകൊണ്ടാണ് മാത്സ് ടഫ് ആകുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ച എനിക്ക് അറിയില്ല. മാത്സ് ശരിക്കും ഞങ്ങൾക്കൊരു ടഫായ സബ്ജക്റ്റ് ആണ്, ഭയങ്കര ടഫാണ് സർ. എടാ മാത്സ് തന്നെ ഈസി ആക്കി തരും. എങ്ങനെയെന്നോ മാത്സിന്റെ അവസ്ഥ എന്തെന്നോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കാട്ടിനുള്ളിൽ പെട്ട മാതിരിയാണ്. ആരോ നമ്മളെ പിടിച്ച് കാട്ടിനുള്ളിലിട്ടു, വന്ന വഴിയൊന്നും നമുക്കറിയില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ നമ്മൾ എങ്ങനെയോ 10ാം ക്ലാസ്സിലെത്തി, പിന്നെ 10ാം ക്ലാസ്സിലെ മാത്സിൽ പഠിച്ചു തുടങ്ങുകയാണ് A+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊന്ന് പാടുപെടും. അപ്പൊ സർ ഞങ്ങൾക്ക് 9th മാത്സ് പ്രയാസമായിരുന്നു. നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ടാവില്ല, 7th പഠിച്ചില്ല, മാത്സിന്റെ ബേസിക് ആയ കാര്യങ്ങൾ അറിയണ്ടാവില്ല. ഇനി നിങ്ങൾ ഇതുവരെ മാത്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വർഷം മുതൽ എന്റെ കൂടെ നിങ്ങൾ മാത്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ 1 മാസം കഴിഞ്ഞ് തന്നെ പറയും, 1 മാസം വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പറയും, സർ മാത്സ് നിങ്ങൾക്ക് ഈസി ആണ് കേട്ടോ, മാത്സ് നിങ്ങൾക്ക് വളരെ ഈസി സബ്ജക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പറയും. അപ്പൊ ഇന്ന് മാത്സിൽ എന്താ ബേസിക് ഒരുപാട് എടുക്കുന്നുണ്ട്. ഇന്ന് ഒരുപാടൊന്നുമില്ല, കൂട്ടലും കുറക്കലും. സർ കൂട്ടലും കുറക്കലും സിമ്പിൾ അല്ലേ, ഗുണിക്കലും ഹരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഞാൻ കറണ്ട് ആണല്ലോ. അങ്ങനെയല്ല, ചിഹ്നങ്ങൾ വരിക, സൈൻ വരിക, പ്ലസും മൈനസും വരിക. അപ്പൊ പല റൂളുകളുണ്ട്, ആ റൂളാണ് പഠിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് വളരെ ബേസിക് ആയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മാത്സ് പ്രയാസം തന്നെയായിരിക്കും. അപ്പൊ സർ മാത്സിൽ ബേസിക് ആയിട്ട് ഒരു വീഡിയോ ഉള്ളൂ, ഒരു ക്ലാസ്സേ ഉള്ളൂ? അല്ല, കുറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനിയും തരും. പക്ഷെ ഇത് ബേസിക് ആണ്, ഇത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കണം. ഇത് അറിയുന്നവരുണ്ടാകും, അറിയുന്നവർ കാണണമെന്നില്ല, പക്ഷെ അറിയാത്തവർ, ഇനി അറിയുന്നവരാണെങ്കിലും എവിടെയും ഡൗട്ട് ഉണ്ടാവും, കണ്ടോളൂ, കംപ്ലീറ്റ് കാണും. കംപ്ലീറ്റ് കണ്ടാൽ മാത്രമാണ് അടുത്ത ബേസിക് ക്ലാസ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ സർ, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഹെഡിങ് കാണുന്നുണ്ടാകും. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബേസിക് ആയതുകൊണ്ട് ഇങ്ങനെ 2 മലയാളത്തിൽ എഴുതാണ്ട്, മലയാളത്തിൽ ഞാൻ എഴുതാത്ത കേട്ടോ. നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? ഗുണനം. ഡിവിഷൻ പറഞ്ഞാൽ ഹരണം. ഗുണനവും ഹരണവും പഠിക്കാൻ വേണ്ടി പോവാണ്. ഗുണനവും ഗുണനവും ഹരണമൊക്കെ അറിയാം, പക്ഷെ നമ്മൾ പറഞ്ഞു ചിഹ്നങ്ങൾ അവിടെ വരും, സൈന് വരും, പ്ലസും മൈനസും വരും. സർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വരും നിങ്ങൾ പറയുന്നത് നോക്കിക്കോട്ടെ. അതായത് ഇപ്പോ 6 × 7 ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എഴുതും 42. സിമ്പിൾ ആണ്, എനിക്ക് അറിയാം സർ, അതെനിക്ക് അറിയുന്ന കാര്യമാണ് 42 ആണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ എഴുതൂല ചിലപ്പോ -5 × 8 എന്ന് വന്നാൽ ഇപ്പൊ നിങ്ങൾ എഴുതൂല സർ. അത് ഞങ്ങൾ എഴുതാത്ത കാരണം ഇവിടെ മൈനസ് ഉണ്ട് 5ന്റെ കൂടെ, ഇവിടെ 8ന്റെ കൂടെ പ്ലസ് ആണ്. ഒന്നുമില്ലെങ്കിൽ അർത്ഥം എന്താണ്? പ്ലസ് ആണെന്ന് അർത്ഥം കേട്ടോ. മൈനസ് ആണെങ്കിൽ മൈനസ് ഇടും, അല്ലെങ്കിൽ എന്താ അർത്ഥം? പ്ലസ് ആണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ഇട്ടില്ല, പ്ലസ് നമുക്ക് അറിയാം. ഒന്നുമില്ലെങ്കിൽ പ്ലസ് ആണെന്ന് അർത്ഥം. ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സർ ഇങ്ങനെ വരുമ്പോ ഇവിടെ മൈനസും ഇവിടെ പ്ലസും, അപ്പൊ എന്താണ്? ഞങ്ങൾക്കറിയാം 5 × 8 എത്രയാണ്? 40 ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അറിയാത്തത് അവിടെ പ്ലസ് ആണോ അതോ മൈനസ് ആണോ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 മൈനസ് വരും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, -3 × -11, -3 × -11. ഇവിടെ സർ ഇവിടെ മാറ്റുണ്ട്, ഇവിടെ രണ്ടുകൊടുത്തും മൈനസ് ആണ്. അപ്പൊ ഉത്തരത്തിൽ പ്ലസ് ആണോ മൈനസ് ആണോ വരിക? ഡൗട്ട് ആയില്ലേ? ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മക്കൾ ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? എന്റെ കൂടെ പോരാൻ ഓക്കെ ആണോ? എന്റെ കൂടെ പോരാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ മാത്സ് സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, മെല്ലെ നോക്കാം. അതായത് 2 ഡിജിറ്റിന്റെയും ആദ്യത്തിൽ പ്ലസ് വരികയാണെങ്കിൽ, 2 ഡിജിറ്റും പ്ലസ് ആണെങ്കിൽ, ആദ്യത്തിൽ പ്ലസ് ആണ്, ഇവിടെ 2ഉം പ്ലസ് ആണ്. അങ്ങനെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്തേ കാര്യം? പ്ലസ് ആണ്. സർ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരു ഹെഡിങ്ങിൽ കൊടുക്കാനുള്ള കാരണം 2നും ഒരേ റൂളാണ്. ഇതേ റൂൾ തന്നെയാണ്, നോക്കിയാൽ മതി. അപ്പൊ ഡിവിഷൻ ആണെങ്കിലും ഹരണാണെങ്കിലും ഗുണനാണെന്നുണ്ടെങ്കിലും ഒരേ റൂളാണ്. 2ന്റെയും
പ്ലസ് ആണെങ്കിൽ രണ്ടും പ്ലസ് ആണ്, ഇതേപോലെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്തുത്തരം പ്ലസ് കിട്ടണം. രണ്ടും മൈനസ് ആണെങ്കിൽ ഇതേപോലെ രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? മൈനസ് പ്ലസ് തന്നെ കിട്ടണം. അപ്പൊ സർ എനിക്ക് മനസ്സിലായി, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ രണ്ടിന്റെയും രണ്ട് ഡിജിറ്റും ഒരേ ചിഹ്നമാണെങ്കിൽ ഒരേ സൈൻ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അത് ഹരണത്തിൽ അങ്ങനെ തന്നെയാണ് അല്ലേ? ഹരണത്തിൽ അങ്ങനെ തന്നെയാണ്. നോക്കിക്കോളൂ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാകും. നോക്കിക്കോളൂ, -12 ഡിവൈഡഡ് ബൈ ഹരിക്കാണ് -12 ഡിവൈഡഡ് ബൈ 3. അപ്പൊ സർ ഇവിടെ മൈനസ് ആണ്, ഇവിടെ 3 ആണ്. നിങ്ങൾക്ക് അറിയാം 12/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഉത്തരം എത്ര നമുക്കറിയാം? 4 ആണ് നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ് സർ? ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ അതിന് രണ്ടിനും ഒരേ റൂളാണ്. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാൻ ഒരേ റൂളാണ്. അപ്പൊ നോക്കിക്കോളൂ മക്കളെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? രണ്ടും പ്ലസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് കിട്ടണം? പ്ലസ് കിട്ടണം. ആ സർ മനസ്സിലായി. ഇപ്പൊ സർ ക്ലിയർ ആണ്. രണ്ട് ഇതേപോലെ തന്നെ ഇവിടെയും ഹരണത്തിലും പ്ലസ് ആണ്. അപ്പൊ ഒരേപോലെ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരവും എന്താണ്? പ്ലസ്. രണ്ടും ഡിഫറെന്റ് ചിഹ്നങ്ങളാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ പ്ലസ്, രണ്ടാമത്തെ ലെറ്ററോ മൈനസ്. ഫസ്റ്റ് ലെറ്റർ മൈനസ്, രണ്ടാമത്തെ ലെറ്റർ പ്ലസ്. അങ്ങനെ വരും. ഫസ്റ്റ് പ്ലസ് പിന്നെ മൈനസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലസ് മൈനസ് പിന്നെ പ്ലസ്. എന്തായിക്കോട്ടെ അതേപോലെ തന്നെ ഇവിടെ ഹരണത്തിലും ഏതെങ്കിലും ഒന്ന് പ്ലസോ മൈനസോ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഉത്തരം എന്താവണം? മൈനസ് ആവണം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഉത്തരം എന്തേക്കാരം? മൈനസ്. ഒരേപോലെ ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്തേക്കാരം? പ്ലസ്. ആ സർ ക്ലിയർ ആണ്, സെറ്റ് ആണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എടാ 6 × 7 അല്ലേ? 6 × 7 നമുക്കറിയാം ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. എത്രയാണ്? 42. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നോ, ഇവിടെ പ്ലസ് ഇവിടെ രണ്ടും എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമ്മളെ ചിഹ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നേരെ എന്ത് ചെയ്യാം? ആൻസർ നമുക്ക് എഴുതി വെക്കാം. നമ്മൾ എഴുതി വെച്ചു 42. പക്ഷെ ഇനി നോക്കിക്കോളൂ, അടുത്ത അങ്ങനെയല്ല. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഒന്നുമില്ലെങ്കിൽ അടുത്ത പ്ലസ് ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. പ്ലസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസും പ്ലസ് വരെ ഫസ്റ്റ് എന്ത് ചെയ്ത് അക്കങ്ങൾ ഗുണിക്കാൻ വേണ്ടി പോരുത്, ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോരുത്. ഫസ്റ്റ് ചിഹ്നം തീരുമാനമാക്കണം, ഫസ്റ്റ് സൈൻ തീരുമാനമാക്കണം. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ റൂൾ അങ്ങനെയാണ്. അപ്പോഴാണ് വൃത്തി ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ നോക്കുകയാണ്, ആ സർ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. സർ ഓപ്പോസിറ്റ് സൈൻ ആണല്ലോ, അപ്പൊ ഉത്തരം എന്ത് വേണം? ഞങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സർ ഞങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് സൈൻ ഇവിടെ എങ്ങനെ ആയിക്കോട്ടെ, ഫസ്റ്റ് സൈൻ മൈനസോ ഫസ്റ്റ് പ്ലസോ എന്തായിക്കോട്ടെ, ഓപ്പോസിറ്റ് ആണ്, ഉത്തരം എന്താണ്? മൈനസ് വരണം. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ് ആൻസർ വരിക? ഉത്തരം മൈനസ് വരും. ഓക്കെ സർ, എനിക്ക് ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സർ 5 × 8 ഞങ്ങൾക്ക് അറിയാം 5 × 8 40 ആണ്, -40. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ, ഇവിടെ 9 ആണ്, ഇവിടെ -3 ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണ്, അപ്പൊ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഉത്തരം മൈനസ് വരണം. പിന്നെ 9 × 3 പറഞ്ഞാൽ അറിയാം 27 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സർ, ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അടുത്ത് പറയാൻ വേണ്ടി പോവാണ്. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാം മനസ്സിലാവുന്നില്ലേ? കൂടെ പോരാ. ഇവിടെയും മൈനസ് ആണ് സർ, ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ് സർ. രണ്ടും മൈനസ്, രണ്ടും ഒരേപോലത്തെ ആൾക്കാർ. ഒരു ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു പ്ലസ് ആവാൻ ചെയ്യാം. ഒരേപോലത്തെ ആൾക്കാർ എപ്പോഴും കൂടിച്ചേരാണ്, പ്ലസ് ആവാണ് ചെയ്യാം അല്ലേ? ഒരേപോലത്തെ ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്തു? ഉത്തരം ഞങ്ങൾക്ക് അറിയാം പ്ലസ് ആണ്. പിന്നെ ഞങ്ങൾ ഗുണിക്കും 4 × 6 എത്രടാ? 24. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ടെന്നത് നിങ്ങൾ എന്ത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ചെയ്തുതരാം. രണ്ടും മൈനസ് ആണ്. എന്താണ്? രണ്ടും മൈനസ് ആണ് സർ. രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഇവിടെ ചെയ്തതാണ്. അത് ഞങ്ങൾ ചെയ്യും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിൽ പറ്റുന്നതൊക്കെ കമന്റിൽ ചെയ്യാം, കമന്റിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, സെറ്റ് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഗുണല്ലേ? ഹരണം പറഞ്ഞരി സിമ്പിൾ ആണ്. ഇവിടെ അതേ റൂളാണ് മൾട്ടിപ്ലിക്കേഷന്റെ, ഗുണനത്തിന്റെ അതേ റൂളാണ് എന്ത്? ഹരണത്തിലും. 20/4 20/4 എത്രയാണ്? നമുക്കറിയാം 5 അല്ലേ? സോറി, ഓക്കെ, നമുക്കറിയാം എത്ര ആൻസർ കിട്ടുക? 5 ആണ് ആൻസർ കിട്ടുക. അടുത്തത് 12 ആ സർ, ഇവിടെ മൈനസും ഇവിടെ പ്ലസ് ആണ്. മൈനസും പ്ലസും ഓപ്പോസിറ്റ് ചിഹ്നം വരാണ്. ഞങ്ങൾക്ക് അറിയാം സർ, അവിടെ എന്താ വരിക? ഉത്തരം മൈനസ് വരണം. 12/3 പറഞ്ഞാൽ എത്രയാണ്? പിന്നെയാണ് ഫസ്റ്റ് ചിഹ്നങ്ങൾ തീരുമാനമാക്കുക, പിന്നെയാണ് ഡിജിറ്റ് നോക്കേണ്ടത്.
അപ്പൊ നമ്മൾ ചിഹ്നം തീരുമാനമാക്കി ഇനി ഡിജിറ്റ് തമ്മിൽ ഗുണിക്കാം. ഇനി ഡിജിറ്റ് നമ്മൾ ഗുണിച്ചാൽ മതി. സിമ്പിളാണ്. 12 × 3 എത്രയാണ്? സോറി 12 × 3 അല്ല, 12 ഡിവൈഡഡ് ബൈ 3 ആണ്. 12 ഹരിക്കണം 3 ആണ്. എത്ര കിട്ടടാ? 4. -4 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ തീരുമാനമാക്കണം. പിന്നെയാണ് എന്ത് വിളിക്കേണ്ടത്? ഡിജിറ്റ് തമ്മിൽ വിളിക്കേണ്ടത്. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെ ഇത് ഞാൻ ചെയ്തുതരാം. നോക്കിക്കോളൂ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ഫസ്റ്റ് ചിഹ്നങ്ങൾ തീരുമാനമാക്കുക. പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ്. ഓക്കെ സർ, മൈനസ്. 15/5. 15 എത്ര 5 ഉണ്ട്? 3 പ്രാവശ്യം പോകും. -3 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും മൈനസ് ആണ്. രണ്ടും മൈനസ് വരുന്നുണ്ട്. എന്താണ്? രണ്ടും മൈനസ്. രണ്ടും മൈനസ് ആണ്, ഒരു ഇഷ്ടത്തിലാണ് അല്ലെ? ഒരു പ്ലസ് ആവും. ഒരേപോലെ എന്ത് ചെയ്യും? പ്ലസ് ആവും സർ. അപ്പൊ ഞങ്ങൾക്ക് അറിയാം, സോറി, പ്ലസ് ആണ് ഉത്തരം കിട്ടുക. രണ്ടും മൈനസ് ആണ്, രണ്ടും മൈനസ് ആണ്. അപ്പൊ പ്ലസ് ആണ് ഉത്തരം കിട്ടുക. പിന്നെന്താണ്? 18/6. 6ന്റെ ഗുണിതല്ലേ? അപ്പൊ എത്ര കിട്ടും? എത്ര കിട്ടും? 3. സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ സർ, സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 എത്ര 6 ഉണ്ട്? 3 6 പോകും അല്ലെ? 18/6. ഓക്കെ. ഇനി ശ്രദ്ധിക്ക, 24 ഡിവൈഡഡ് ബൈ -8. രണ്ടിലും പറയണ്ടോ? 24 ഹരിക്കണം 8 ആണ്. 24 ഹരിക്കണം 8. സർ, ഇത് ഞങ്ങൾ ചെയ്യും. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസും മൈനസ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തേ കാര്യം? നമ്മളിവിടെ ചെയ്താണ്, ഇവിടെ ചെയ്താണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാ? ഇത് നിങ്ങൾ ചെയ്യാം, ഇതും നിങ്ങൾ ചെയ്യാം. ക്ലിയർ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ സർ, ഞങ്ങൾക്ക് സെറ്റ് ആണ്, ഞങ്ങൾക്ക് ക്ലിയർ ആണ്, ഞങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു, ഹരണവും ഗുണനവും കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആകെ എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ? ഒരേപോലത്തെ ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. പ്ലസ് ഏകാരം ഓപ്പോസിറ്റ് അടിച്ചു പിരിയും, മൈനസ് നെഗറ്റീവ് ആവും, ആകെ നെഗറ്റീവ് ആവും. അത്ര മനസ്സിലാക്കാൻ മതി. ഓക്കെ സർ, അതെനിക്ക് സെറ്റായി. അത് ഗുണനത്തിലും ഹരണത്തിലും മാത്രം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും മാത്രമുള്ള റൂളാണ്. അപ്പൊ സർ, കൂട്ടലും കുറക്കലും മാറ്റണ്ടോ? സബ്സ്ട്രാക്ഷനിലും അഡീഷനിലും ഉണ്ട് മാറ്റണ്ട്. അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അഡീഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് സെയിം സൈൻ, ഒരേപോലെ ചിഹ്നങ്ങളാണ്. സർ മനസ്സിലായില്ലേ? ഒരേപോലത്തെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ. 8 + 5 അല്ലെ? 8 + 5 എത്ര കിട്ടും? 13 എന്ന് കിട്ടും. ഒരേപോലത്തെ ചിഹ്നമാണ്, ഒരേപോലത്തെ ചിഹ്നം അല്ലേ? ഇനി അടുത്തതാണ് -6 + -7. സർ, 6 × 12 ഒന്നൂറ് 13 ആൻസർ കിട്ടുക. 13. പക്ഷേ ഇവിടെ രണ്ടും മൈനസ് ആകുമ്പോൾ കുറക്കല്ല. അപ്പൊ 6 കുറക്കാണോ വേണ്ടത്? ഡൗട്ട് കുടുങ്ങി. സംഭവം നമ്പർ വിത്ത് സെയിം സൈൻ ആണ്. ഇവിടെ പ്ലസ്, ഇവിടെയും പ്ലസ്, ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ്, ഒരേപോലെ ചിഹ്നങ്ങളാണ് വരുന്നത്. സർ, അപ്പൊ ഇവിടെ ഗുണനത്തിന്റെ പോലെ ഇവിടെ പ്ലസ് വരുമോ? അല്ല, ഇത് ഗുണനത്തിന്റെ റൂൾ അല്ല, ഇവിടെ വേറെ റൂൾ തന്നെയാണ്. ഇവിടെ ചിഹ്നങ്ങൾ വരുമ്പോൾ കൂട്ടണ കാര്യത്തിൽ ആഡ് ചെയ്യുമ്പോൾ ഒരേപോലെ ചിഹ്നങ്ങൾ വരിക, മൈനസ് വരിക അല്ലെങ്കിൽ പ്ലസ് വരിക. പ്ലസ് വരാണെങ്കിൽ പ്ലസ് തന്നെ, പക്ഷെ മൈനസ് വരുമ്പോൾ എന്താണ്? അതാണ് നിങ്ങൾ ഡൗട്ട്. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കാം മക്കളെ. നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 8 + 5 നമ്മൾ നേരത്തെ എഴുതി. എന്താടാ? 13 ആണ് സർ, ഞങ്ങൾക്കറിയാം 13 ആണ്. ഇനി ഇവിടെ -6 -7 ഒരേപോലെ ചിഹ്നമാണല്ലോ. പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ, ഇനി മൈനസ് ആണെങ്കിൽ എന്താണ്? മൈനസ് തന്നെ. അതാണ് കൂട്ടണിയിൽ കേട്ടോ. കൂട്ടണിയിൽ അങ്ങനെയാണ് ചെയ്യുക, കൂട്ടുന്നതിൽ അങ്ങനെയാണ് ചെയ്യുക, അഡീഷനിൽ അങ്ങനെയാണ് ചെയ്യുക. മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ ഇടുക. എന്താ ഇടുക? മൈനസ് ആണെങ്കിൽ മൈനസ്. ഏതാണോ ചിഹ്നം ആ ചിഹ്നം ഇടുക. ഒരേപോലെ ചിഹ്നമാണെങ്കിൽ മൈനസ്. 6ഉം 7ഉം കൂട്ടുക, 13. അത്രേ ഉള്ളൂ. സർ, പ്ലസ് ആണെങ്കിൽ പ്ലസ് കൂട്ടി ഇതേപോലെ ഇട്ടു. മൈനസ് ആണെങ്കിലോ? മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഒരേപോലെ ചിഹ്നമാണെങ്കിൽ മൈനസ് ഇടുക. രണ്ടു മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. രണ്ടും കൂട്ടി എഴുതുക. സർ, ഫസ്റ്റ് ചിഹ്നം ഇടണം കേട്ടോ. ഫസ്റ്റ് ചിഹ്നം ഇട്ടു. ഇനി നോക്കിക്കോളൂ. 14 + 9 എത്രയാണ്? 23. സിമ്പിൾ ആണ്. ഇനി -7 -8 രണ്ടും ഫസ്റ്റ് ചിഹ്നം തീരുമാനാക്കണം പറഞ്ഞു ഞാൻ. എല്ലാത്തിനും ഫസ്റ്റ് ചിഹ്നം തീരുമാനാക്കണം അല്ലെ? ഫസ്റ്റ് രണ്ടും മൈനസ് ആണ്. മൈനസ് ആണ് സർ, ഒരേപോലെ ചിഹ്നം വരികയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? കൂട്ടാണെങ്കിൽ കൂട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് ആണ്. എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ ഇടേണ്ടത്. ചിഹ്നം മൈനസ് ഇടേണ്ടത്. മനസ്സിലാക്കണം കേട്ടോ. ചിഹ്നം അല്ല കുറക്കാനും കൂട്ടാനും, കൂട്ടാണ് വേണ്ടത്. ചിഹ്നം മൈനസ് ഇടാം. ഓക്കെ സർ, ചിഹ്നം മൈനസ് ഇട്ടു. പിന്നെ 7ഉം 8ഉം എത്ര കിട്ടിടാ? 7ഉം 7ഉം 14 പക്ഷെ ഇവിടെ 7ഉം 8ഉം എത്ര കിട്ടും? 15 കിട്ടും. എത്ര കിട്ടും? 15. സർ, മനസ്സിലായി. കൂട്ടുന്ന കാര്യത്തില്
ചിഹ്നങ്ങൾ ഒരേപോലത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണോ ചിഹ്നം ആ ചിഹ്നം രണ്ട് കൂട്ടിന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ എഴുതുക, ഇത് നിങ്ങൾ ചെയ്യൂലേ ഹോംവർക്ക് ആയിട്ട് ചെയ്യൂലേ? ഓക്കെ സർ, ഹോംവർക്ക് ആയിട്ട് ചെയ്യും. അല്ല ഞാൻ പറ, അത് അതും കൂടി ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ട, അത് അടുത്ത സാധനം ഹോംവർക്ക് തരാം, അടുത്തൊരു പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോംവർക്ക് തരാം. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടും ചെയ്യാം, പറ്റുന്നൊരു കമന്റ് ബോക്സിൽ ഇടും ചെയ്യാം. ഇവിടെ നോക്കിക്കോളൂ, -20 -10 -20 -10. അപ്പോൾ മൈനസ് ആണല്ലോ, അപ്പൊ ആൻസർ എന്താണ്? മൈനസ്. പിന്നെ 20ഉം 10ഉം കൂട്ടാം. അങ്ങനെ എപ്പോഴും ഫസ്റ്റ് ചിഹ്നങ്ങൾ തീരുമാനമാക്കുക. പിന്നെ എന്താണ് 20ഉം 10ഉം കൂട്ടുക? എത്രയാണ്? 30. സർ ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെയും മൈനസ്, അപ്പോഴെന്താണ്? മൈനസ് തന്നെയാണ്, മൈനസ്. പിന്നെ 15ഉം 5ഉം കൂട്ടുക, അല്ല വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ചിഹ്നം നോക്കണ്ട, പിന്നെ ചിഹ്നം നോക്കരുത്. ചിഹ്നം കഴിഞ്ഞു, പിന്നെ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ചിഹ്നം കഴിഞ്ഞു, പിന്നെ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. 15ഉം 5ഉം എത്രയാണ്? 20. സർ ചിഹ്നം ഫസ്റ്റ് നമ്മൾ ഗുണിച്ചിട്ട് പിന്നെ ചിഹ്നം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഏയ് സർ അതില്ല. മക്കളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ ആണെങ്കിൽ സെറ്റാണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഹോംവർക്ക് തരാൻ നമുക്ക് അടുത്ത പേജിൽ തരാം കേട്ടോ. ഇതിൽ ഹോംവർക്ക് തരാൻ സൈഡിൽ എടുത്തു വെച്ചിട്ടില്ല, ഞാൻ തന്നെ ചെയ്തു പോയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡീഷൻ ഓഫ് നമ്പർ വിത്ത് ഡിഫറെന്റ് സൈൻ. ഇപ്പോൾ ഒരേ സൈനിൽ പഠിച്ചത് ആണ് സർ. ഇപ്പൊ നിങ്ങൾ ഒരേ സൈന പഠിച്ചത്, രണ്ടു ഭാഗത്തും ഒരേ സൈന വരുന്നത്, അല്ലെ? ഒരേ സൈന വരുന്നത് രണ്ട് ഭാഗത്തും, അല്ലെ? ഒരേ സൈന വരുന്നത്, ഒന്നുമില്ല അർത്ഥം പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഡിഫറെന്റ് സൈൻ വരിക സർ. ഡിഫറെന്റ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാ, നോക്കിക്കോളൂ. ഇപ്പോ 8 + -5 എന്താണ് സംഭവം? എന്താണ്? നോയിക്കോളൂ. സംഭവം എന്താണ്? ഇവിടെ സർ പ്ലസ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഭാഗത്ത് പ്ലസും ഈ ഭാഗത്ത് മൈനസും ആണ്, രണ്ട് ഡിഫറെന്റ് സൈൻ ആണ് വരുന്നത്. അപ്പൊ ചെറുസ് എന്താ ചെയ്യാം? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കൂട്ടണ കാര്യത്തില്, അഡീഷന്റെ കാര്യത്തില് ഡിഫറെന്റ് സാധനം വരികയാണെന്നുണ്ടെങ്കിൽ, ഡിഫറെന്റ് സൈന് വരികയാണെങ്കിൽ, ചിഹ്നം വരികയാണെങ്കിൽ, നിങ്ങൾ ചിഹ്നങ്ങളെ ഫസ്റ്റ് തീരുമാനമാക്കണം. എന്ത് ചെയ്യണോ? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. എന്താണ് സർ? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. എന്നിട്ട് വലുതിന്റെ സൈൻ ഇടുക, ചിഹ്നം ഇടുക. അതാണ് റൂള്. ഓപ്പോസിറ്റ് ചിഹ്നം അഡീഷനിൽ വരികയാണെങ്കിൽ, കൂട്ടണിയിൽ വരികയാണെങ്കിൽ, അപ്പൊ വലുത് ചേർത്ത് കൊടുക്കുക. വലിയ സംഖ്യ ഇവിടെ ആരാണ്? സർ വലിയ സംഖ്യ 8 ആണ്. 8ൽ നിന്ന് 5 കുറയ്ക്കും. സർ എപ്പോഴാണ് ചെയ്യേണ്ടത്? രണ്ടും ഓപ്പോസിറ്റ് ചിഹ്നം ആകുമ്പോൾ മാത്രം. മറ്റ് ഒരേപോലെ ചിഹ്നമാണെങ്കിൽ ആ ചിഹ്നം തന്നെ ഇടാണ്. ഓപ്പോസിറ്റ് ചിഹ്നം ആകുമ്പോൾ, കൂട്ടണിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് ചിഹ്നം ആകുമ്പോൾ വലുത് നിന്ന് ചെറുത് കുറയ്ക്കും. 8ൽ നിന്ന് 5 കുറച്ചാൽ എത്രയിടാ? 8ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? നിങ്ങൾ പറയൂ. 3 അല്ലേ? 8ൽ നിന്ന് 5 കുറച്ചാൽ 3. 3 ഇട്ടു സർ. സോറി 3 ഇട്ടു. എന്നിട്ട് 8ൽ നിന്ന് 5 കുറച്ചു. ഇനി 5 8 കുറക്കണമെന്നല്ലേ? വലുതും ചെറുതാണ് കുറക്കുക. ആയിക്കോട്ടെ. എന്നിട്ട് വലുതിന്റെ ചിഹ്നം സർ പ്ലസ് ആണ്. -5, 5ന്റെ ചിഹ്നം മൈനസ് ആണ്. 8 പ്ലസ് ആണ്. അപ്പൊ +3. എത്ര ആൻസർ കിട്ടിയത്? +3. ക്ലിയർ ആണോ? സെറ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ സർ, ഇതാണ് റൂള്. ഇത്ര മാത്രം പഠിക്കാനുള്ളൂ. ഈ ഒരു സംഭവം ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോറി ഞാനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ സർ, സെറ്റ്, ഞങ്ങൾ ക്ലിയർ ആണ്. അങ്ങനെ അടുത്തേക്ക് പോയി കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ സർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞിരി. നമ്മൾ നേരത്തെ ചെയ്തു 8 × നേരത്തെ ഫസ്റ്റ് ചെയ്താണ് അല്ലേ? എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം. വലുതും ചെറുത് കുറക്കാം അല്ലേ? ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. വലുതും ചെറുത് കുറച്ച് 3, വലുതിന്റെ ചിഹ്നം പ്ലസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 മിനിറ്റ് ഇട്ട് മക്കളെ, ഇവിടെ എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അപ്പൊ എന്താണ്? വലുതിന്റെ പ്ലസ് ആണ്. 8ൽ നിന്ന് 5 കുറച്ച 3. ഓക്കെ, പിന്നെ അടുത്ത നോക്കിക്കോളൂ. അടുത്താണ് 12ഉം 7ഉം ആണ്. ഇതെന്താടാ? ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. വലുതും ചെറുത് കുറക്കുക. 12ൽ നിന്ന് 7 കുറച്ച് എത്ര ഇടാം?
12 7 കുറച്ച് എത്ര 5 ആണ്. അപ്പൊ ഞാൻ 5 ഇട്ടു. വലിയ ചിഹ്നം എന്താ? 12 ചിഹ്നം എത്രയാണ്? 12 ചിഹ്നം എത്രയാണ്? മൈനസ് അല്ലേ? മൈനസ്. സർ -5 സിമ്പിൾ ആണല്ലോ, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 20 ഇതാ, ഇത് 20 പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. വലിയ ചെറുത് കുറക്കുക. എടാ 20 15 കുറക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഓപ്പോസിറ്റ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടുന്ന കാര്യത്തിൽ അപ്പൊ എത്ര കിട്ടുക? 5 ആൻസർ കിട്ടും. പിന്നെ വലിയ എന്താ? പ്ലസ് അല്ലേ? +5. ആൻസർ എന്താണ്? +5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. ഓപ്പോസിറ്റ് ചിഹ്നങ്ങളൊക്കെ വലുത് ചെറുത് കുറക്കുക, വലുത് ചിഹ്നം. ഓക്കെ ആണല്ലോ സർ, സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ട്രാക്ഷൻ കൂടി പഠിക്കാനുള്ളൂ. ഡിവിഷൻ പഠിച്ചു, ഹരണം പഠിച്ചു, ഗുണനം പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, അഡീഷനും പഠിച്ചു. ഇനി എന്താണ്? ഇനി സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. നോക്കിക്കോളൂ. ശരി, സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സാർ പിന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. -4 -3 ഇവിടെ എന്താ ചിഹ്നം? എന്താ ചെയ്യണത്? സബ്സ്ട്രാക്ഷൻ ആണ്, കുറക്കാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ട് ഭാഗത്തും എന്താടാ? ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. സർ അപ്പം എന്താ ചെയ്യുക? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. നോക്കിക്കോട്ടോ, ഇതൊന്ന് ലോജിക്കലി ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലാണ് ഇത് കറക്റ്റ് കിട്ടുക. കറക്റ്റ് എന്നാലാണ് കിട്ടുക. വളരെയധികം ശ്രദ്ധിക്കാം. എടാ ഇവിടെ എന്താ റൂൾ വെച്ച് കഴിഞ്ഞാലേ വളരെ സിമ്പിൾ റൂൾ തന്നെയാണ് ഇവിടെ ഉള്ളൂ. മക്കൾ ഓക്കെ അല്ലേ? കൂടെ പോരാൻ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ സർ, ഞങ്ങൾ സെറ്റാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെ നോക്കിക്കോളൂ. ഇവിടെ AM-3 എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യുന്നതാണ് ഇല്ലേ? എന്ന് 3 കുറക്കാം. 7 പോയി 6 5 എത്ര കിട്ടും? ബാക്കി എത്ര കിട്ടും? 4 അല്ലേ? 4 3 7 ആണ്. ഓക്കെ. പിന്നെ 3 - 7. 3 - 7. ഇവിടെ എന്താ സർ ചെയ്യുക? ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ സാധാരണ ഞങ്ങൾ 3 7 കുറക്കുമ്പോൾ അങ്ങക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, എടാ നമ്മൾ നേരത്തെ പറഞ്ഞ റൂളില്ലേ, ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ എന്താ അർത്ഥം? ഇവിടെ പ്ലസ് ആണെന്നല്ല അർത്ഥം. നോയിക്കോട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ പ്ലസ് ആണെന്നല്ല അർത്ഥം, ഇത് മൈനസും അല്ലേ? അപ്പൊ ഇത് മൈനസും ആണ്, ഇത് പ്ലസ്സും അല്ലേ? പ്ലസ്സും മൈനസും അല്ലേ വരുന്നത്? അപ്പൊ ഇത് ചെറുത് കുറക്കാനല്ലേ, കൂട്ടാനല്ലല്ലോ? അല്ല, എന്നാലും ഇത് മൈനസും ഇത് പ്ലസ്സും അല്ലേ? അപ്പൊ എന്താ ചെയ്യുക? ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. സർ മനസ്സിലായി. അപ്പൊ 7 3 കുറക്കുക. 7 പോയി 5 പോയി അല്ലെ? സോറി, 7 പോയി 6 പോയി 5 പോയി എത്ര? 4 ഉണ്ടാവുള്ളൂ. 4. സർ 4 ആണ്. പക്ഷെ വലുതിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. -4 ആണ്. ഓക്കെ ആണോ? ഓക്കെ സർ, മനസ്സിലായി. അതിനാണ് ഫസ്റ്റ് ഞാൻ എന്ത് പഠിപ്പിച്ചത്? നിങ്ങളെ അഡീഷൻ പഠിപ്പിച്ചു. അപ്പൊ സർ അഡീഷനും സബ്സ്ട്രാക്ഷൻ ചെറിയ രീതിയിൽ ബന്ധമുണ്ട്. ക്ലിയർ ആവേണ്ടത്. അപ്പൊ ഇവിടെ പ്ലസ് ആണ്, മൈനസ് പ്ലസ് എന്ന് വലുത് ചേർത്ത് കുറച്ച് വലുത് ചെയ്യുന്നുണ്ട്. സർ അപ്പൊ ഇത് കുറക്കാനല്ലേ പഠിക്കുന്നത്? കുറക്കാനാണ്. എന്നാലും ഇവിടെ എന്തായി മാറാണ്? ഇപ്പോ പ്ലസിന്റെ അതേ റൂളായിട്ട് മാറാണ്. ക്ലിയർ ആണ്? സെറ്റാണ്? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -7 -3 സർ -7 -3 വരികയാണെങ്കിൽ പ്ലസിന്റെ അതേ സംബന്ധം തന്നെ ഇവിടെ വരിക. മൈനസും വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് തന്നെ അല്ലേ? ആണ്, മൈനസ് തന്നെയാണ്. പിന്നെ 7 3 കൂട്ടുക. 7 3 എത്രടാ? 7 8 9 10. അപ്പൊ സർ ഇവിടെ അഡീഷൻ അതേ റൂളാണ്, സബ്സ്ട്രാക്ഷനും കൂട്ടണിന് ഇതേ റൂൾ തന്നെ അല്ലായിരുന്നോ? ആണ്, അതേ റൂൾ തന്നെയാണ്. ഒരു മാറ്റം ഇല്ല. പക്ഷെ ചെറിയ മാറ്റം ഇനി വരും. ഇനി ചെറിയൊരു മാറ്റം വരാം. മാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ സർ അഡീഷനും സബ്സ്ട്രാക്ഷനും കൂട്ടലും കുറയ്ക്കലും ഒരേ റൂളാണ്. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇനി ചെറിയ മാറ്റം വരും. നോക്കിക്കോട്ടോ. ഇനി ഇവിടെ എനിക്ക് ഡൗട്ട് വരിക. 7 -3 സർ 2 മൈനസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, നല്ലോണം ശ്രദ്ധിക്കട്ടോ മക്കൾ, നല്ലോണം ശ്രദ്ധിക്കണം. 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നാൽ അവിടെ ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ മൈനസും എന്താകും? നോക്കിക്കോളൂ, ഞാനിവിടെ എഴുതിയാണ് 7 അതേപോലെ എഴുതി. ഈ മൈനസും എന്താകും? ഗുണിക്കണം എന്നർത്ഥം. മൈനസും എന്താ നമുക്കറിയാം? ഒരേ ചിഹ്നം എന്ത് വരും? പ്ലസ്. പഠിച്ചിട്ടുണ്ട്. മൈനസും പ്ലസ് ആണ്. ഒരേ ചിഹ്നങ്ങൾ എന്താകും? പ്ലസ് ആവും. പഠിച്ചിരുന്നു പ്ലസ്. എന്നിട്ട് 3 എഴുതി. അപ്പൊ ഈ 2 ചിഹ്നം നമ്മൾ എന്താക്കി? മൈനസും പ്ലസ്. അപ്പോൾ AA+7 + 3 എന്നായി മാറി. അപ്പൊ എത്ര കാര്യം വരിക? 10 വരും.
സർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. എന്താണ് ഇവിടെ അടുത്തടുത്ത് ചിഹ്നങ്ങൾ വരികയാണെങ്കിൽ മൈനസും സർ ഇത് കുറക്കണ കാര്യങ്ങൾ പറയണ ആണ്. പക്ഷെ അടുത്തടുത്ത് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വരികയാണെങ്കിൽ എന്താണ് അവിടെ ഗുണിക്കണം എന്നാണ് അർത്ഥം വരിക, മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് സിമ്പിൾ മെത്തേഡ്. മൈനസും ആകും പ്ലസ് ആകും. ഇവിടെ മാറ്റി a+3 10. സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ -7 അതേപോലെ തന്നെ എഴുതി. അടുത്ത ആരുമില്ല, വേറെ ചിഹ്നമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ രണ്ട് ചിഹ്നം അടുത്തെടുത്ത് വരുന്നപ്പോൾ എന്താകും ഗുണിക്കണം എന്ന് അർത്ഥമാവും. അതിനാണ് ഫസ്റ്റ് ടൈം ഗുണനെ പഠിപ്പിച്ചങ്ങളെ. പഠിച്ചിട്ട് എങ്ങോട്ട് വന്നത് സബ്സ്ട്രാക്ഷനിലേക്ക് വന്നത്, കുറക്കലേക്ക് വന്നത്. അപ്പൊ മൈനസ് എന്താകും സർ പ്ലസ് ആണ്. ഈ മൈനസ് എന്താകും പ്ലസ് ആവും. ഗുണിക്കണം എന്നാണ് അർത്ഥം വരിക, പ്ലസ് ആവും. രണ്ട് ചിഹ്നങ്ങൾ അടുത്ത് എന്തെയും, രണ്ട് ചിഹ്നങ്ങളുടെ അർത്ഥം എന്ത് വരും ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ എന്താവും മൈനസ് ആണ് പ്ലസ് ആവും. അപ്പൊ എന്ത് വരും +3. അപ്പൊ ഇവിടെ സർ എയും മൂന്നും ആകുമ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം. അവിടെ ഗുണനാണോ അല്ല, പ്ലസ് ആണ്. ഗുണിക്കാണെങ്കിൽ എന്താണ് മൈനസ് വരിക, പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് അല്ലേ. ഗുണിക്കാണെങ്കിൽ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. അപ്പൊ എന്ത് കിട്ടും മൈനസ് കിട്ടും, ഓപ്പോസിറ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇതെന്താണ് ഗുണനാണോ അല്ല, ഇത് കുറക്കലും കൂട്ടലും ആണ്. അതിന് ഒരേ റൂളാണ് ഏകദേശം. അപ്പൊ എന്താ വേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. സർ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. അപ്പൊ നിന്ന് 3 കുറച്ചു, എത്ര കിട്ടും 4. വലുതിൽ എന്താണ് -4. ഓക്കെ സർ സെറ്റ്. ഇനി ആർക്കും ഡൗട്ട് ചെയ്ത് ഒന്ന് ബാക്ക് എടുത്തിട്ട് വീണ്ടും കാണും. ക്ലിയർ ആണല്ലോ. ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്തെങ്കിലും പറയും 8 - 5. 8 5 പോവുക, എത്ര കിട്ടും 3 അല്ലേ. ഓക്കെ സാർ, വേറെ ഒന്നും ഇല്ല. 1 8 1 മൈനസ്. ഇവിടെ എന്താണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. സാധാരണ കുറക്കണ പോലെ കുറച്ചാൽ മതി. 8 5 കുറക്കുക. ഇവിടെ നിങ്ങൾ നോക്കി വലുതും ചെറുത് കുറക്കുക. ഇവിടെ ആ റൂള് പറ്റും നോക്കിക്കോളി. 8 5 വലുതും ചെറുത് കുറക്കുക. 8 5 3 വലുതിന് എന്താണ് +3. ഇവിടെ ആ റൂള് പറ്റും. ആ റൂൾ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അതിനാണ് ഇവിടെ നോക്കാം. സർ ഇവിടെ നമുക്ക് അറിയാം മൈനസും അടുത്ത് വന്നു. അപ്പൊ എന്താണ് അവിടെ ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ എന്ത് വരും പ്ലസ് വരും. അപ്പൊ എന്തായാലും വരിക 12 + 3 വരിക. അപ്പൊ 12 + 3 കൂടല് 13 14 15. ക്ലിയർ ആണോ? സർ സെറ്റ് ആണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിലോ ഇവിടെ A ആണ്, ഇവിടെ -4 ആണ്. സർ മൈനസും ഒരേപോലെ ചിഹ്നമാണ്. അപ്പൊ മൈനസ് വരും. എന്നിട്ട് A യും 4 കൂട്ടിയാൽ പോരെ, മതി. A യും 4 കൂട്ടിയാൽ മതി. എത്ര വരും -11. അപ്പൊ സർ ഈ കുറക്കലും കൂട്ടലും സബ്സ്ട്രാക്ഷനും പിന്നെ അഡീഷനും ഒരേപോലെയാണ്. രണ്ടിനും ഒരേ റൂൾ തന്നെയാണ്. ഓപ്പോസിറ്റ് ചിഹ്നം ഒരേപോലെ ആ ചിഹ്നം തന്നെ എടുത്തിട്ട് രണ്ടും കൂട്ടുക. വലുതും ചേർത്ത് വരികയാണെങ്കിൽ വലുതും ചേർത്ത് കുറച്ച് വലുതിന് ചിഹ്നം ഇടുക. പിന്നെ എന്താ അവിടെ മാറ്റിയിട്ട് സബ്സ്ട്രാക്ഷനിൽ അടുത്തടുത്ത് ചിഹ്നങ്ങൾ വരുമ്പോൾ, അടുത്തടുത്ത് രണ്ട് ചിഹ്നങ്ങൾ വരുമ്പോൾ ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം, അത് പ്ലസ് ആക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സർ ഞങ്ങൾ അടുത്ത ഡൗട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലോ അല്ലേ, നമുക്ക് പ്ലസിന്റെ കാര്യം നോക്കിക്കോളൂ ആ ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നിൽ ഇതൊന്നും ചെയ്ത് നോക്കാം. ഇവിടെ എന്താ വരിക ഇവിടെ -9 -15. അപ്പൊ എന്താണ് മൈനസും മൈനസ് അല്ലേ. 15 9 കൂട്ടിയാൽ മതി. 15 + 9 അല്ലെ 25 ഉണ്ടോ? ഇല്ല 24. ഇത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അടിപൊളിയാവും. ഓക്കെ സർ മനസ്സിലായി. സർ അങ്ങനെ നിങ്ങൾ ഡൗട്ടില്ല എന്തോ ഒരു സാധനം പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഡൗട്ട് ഉണ്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. അതായത് ഞാനിവിടെ ഒരു പേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വരും -3 + -4 അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ സംഭവിക്കണമെന്നോ, ഇവിടെ -3 അതേപോലെ തന്നെ, പിന്നെ പ്ലസും മൈനസും ഒരേപോലെ വന്ന് അടുപ്പിച്ചില്ല. രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ചിട്ടാണെങ്കിൽ അവിടെ എന്താണ് അർത്ഥം, ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ പ്ലസും മൈനസും ആവും. ഗുണിക്കണിൽ എന്താ അർത്ഥം, ഗുണിക്കണിൽ പ്ലസും മൈനസും വന്നാൽ മക്കളെ ഗുണിക്കണ കാര്യത്തിൽ പ്ലസും മൈനസും വന്നു. ഗുണിക്കണ എന്താണ് അർത്ഥം, ഓപ്പോസിറ്റ് അല്ലേ, മൈനസ് വരൂലേ, മൈനസ് വന്നു. എന്നിട്ട് എന്തിടണം, ഈ 4 അല്ലേ, ആ 4 ഇടണം. അപ്പൊ 4 ഇടണം, ഇവിടെ 4 ഇട്ടു. മനസ്സിലായോ? ക്ലിയർ ആണോ? സെറ്റാണോ? ഒന്നും കൂടി പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ആ കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ, അതായത് എന്താ പറഞ്ഞത് സർ, -3 + -4 പ്ലസ് ആണ്, ഗുണനൊന്നല്ല, പ്ലസ് തന്നെയാണ്. അപ്പൊ എന്താണ് -3 അതേപോലെ ഇട്ടു. പിന്നെ ഇവിടെ എന്ത് വന്നു സർ, ഇവിടെ പ്ലസും മൈനസും വന്നു അല്ലെ, അപ്പൊ എന്താ ചെയ്യാ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ പ്ലസും മൈനസും, അപ്പൊ എന്താണ് അർത്ഥം, ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ പ്ലസും മൈനസും ഗുണിച്ചാൽ എന്ത് ഉത്തരം കിട്ടുക,
ഓപ്പോസിറ്റ് ചിഹ്നമാണ്, അപ്പൊ മൈനസ് വരും. പ്ലസ് മൈനസ് എന്താണ്? പ്ലസും മൈനസ് എന്താണ്? മൈനസ് ആണ് ഗുണനത്തിൽ, മൈനസ് വന്നു. ഒരേ ചിഹ്നം വരാനാണ് അർത്ഥം, ഗുണനം എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് പിന്നെ എന്താ ബാക്കിയുള്ളത്? 4 ബാക്കിയുണ്ട്. ആ 4 അതേപോലെ ഇവിടെ ഇട്ടു. അപ്പൊ -3 -4, -3 -4 ഒരേ ചിഹ്നമാണ്. അപ്പൊ കൂട്ടലും കുറക്കലും എന്ത് വരിക? ഒരേ ചിഹ്നം തന്നെ ഇടുക. എന്നിട്ട് 3 4 കൂട്ടുക. അത്രയാണ് 7. മനസ്സിലാവുന്നുണ്ടല്ലോ. അതിന് ഇതുകൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. -5 ഞാൻ തന്നെ ചെയ്തുതരാം. -5 + 6, -5 -6 ആയിരിക്കും. -5 പ്ലസ് 1 മിനിറ്റ് ഞാനൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, -5 -6 ഇത് മാറിയിട്ടുണ്ട് അല്ലേ? 1 മിനിറ്റ്. -6 അപ്പൊ എന്താ വരിക? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസും ആണ്. പ്ലസ് മൈനസ് എന്തായിട്ട് മാറും? അത് മൈനസ് ആയിട്ട് മാറും. ഇവിടെ ആരായാലും 6 ഉണ്ട്. ഇവിടെ ആരുണ്ട്? ഈ പ്ലസും മൈനസും എന്തായിട്ട് മാറി? ഈ പ്ലസും മൈനസും എന്തായിട്ട് മാറിയത്? മൈനസ് ആയിട്ട് മാറിയത്. ഓക്കെ, ഈ പ്ലസ് ഞാൻ ഇവിടെ മനസ്സിലാൻ വേണ്ടിയിട്ട് വേറെ കളറിൽ കാണിച്ചു തരാം. ഈ പ്ലസും ഈ മൈനസും ആണ് എന്ത് മാറിയത്? മൈനസ് ആയിട്ട് മാറി. എന്തുകൊണ്ട്? എന്താണ്? ഗുണനായിട്ട് മാറുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ -5 അതേപോലെ തന്നെ ഉണ്ട്. -5 -6 എന്താണ്? മൈനസ് തന്നെ. 6 5 11. ഓക്കെ സർ, സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർക്ക് ഇനി പോകാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ 2 ഇക്വേഷൻസ് ഒക്കെ ഒന്നുമില്ല, ചെറിയൊരു ബേസിക് കൂടി ഉണ്ട്. ആ ബേസിക് കൂടി ഞാൻ എടുക്കും. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർക്ക് വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ വർഷം പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടെ എന്തെങ്കിലും ബേസിക് എക്സ്ട്രാ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാം. അപ്പോൾ ഒരു ബേസിക് ക്ലാസ് കൂടി എന്ത് ചെയ്യും? ഉണ്ടാകും മാത്സിന് ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുവരെയൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ പിന്നെ ഞാൻ തന്നെയാണ് മെന്ററിനോട് പറഞ്ഞിരുന്നു, എൻ്റെ നമ്പർ നിങ്ങളെ പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടാകും. ഇനി ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. ബേസിക് ആയതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യാത്തത്? ലൈവ് വരാത്തത്. ലൈവ് ക്ലാസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ലൈവ് ക്ലാസ്സുകൾ വരും. ഡൗട്ട് ക്ലിയർ സെക്ഷൻ ഒക്കെ ഉണ്ടാകും. എന്ത് ചെയ്യുക? അപ്പൊ നല്ല രീതിയിൽ പഠിക്കും ചെയ്യുക. അപ്പൊ ഇന്ന് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മക്കൾ ചോദിക്കുക. അപ്പൊ അടുത്ത ക്ലാസ് കാണും വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.